കോവിഡ് സമയത്ത് പുള്ളിക്കാരൻ്റെ അനുഭവം കേൾക്കാം. 在武汉感染新型肺炎那个事情啊，ചിക്കൻ കാല് വരെ കഴിക്കേണ്ട അവസ്ഥ വന്നു. ചിക്കൻ കാല് ഞാൻ ആദ്യമായിട്ടാണ്. ഹലോ നീഹാ. ഹബീബി ചൈനയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ടൊമാറ്റോ പുതിയ എപ്പിസോഡിലേക്ക് ചോങ്ജിങ് എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് സ്വാഗതം പറയാണ്. ഞാനിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലല്ല, ഒരു ഫ്ലാറ്റിനുള്ളിലാണ്. അതാണ്ട് 10-18 നിലയിൽ ഞാൻ ഒരു ഫ്ലാറ്റ് നിലയിൽ ഇരിക്കുവാണ്. ഞാൻ ഒരു ഫ്രണ്ടിന്റെ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ എക്കാസും ഉണ്ട്. എക്കാസു, when are you taking me to your house, Taiwan? Everyone asking me. When are you taking me to Taiwan? This is not my Taiwan, okay? This is China. But when are you taking me Taiwan? This is China. Yeah, when are you taking me Taiwan? Nearby country. It's nearby country. Forever. This is my host. And Sundam bro. Ni hao.你好， Ni hao. Hello， 你要去哪里？我要去 Okay, okay. ഇത്ര അറിയോ? എനിക്ക് കൂടുതൽ അറിഞ്ഞൂടാ കേട്ടോ. എല്ലാം മറന്നു. ഈ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ ഇതാണ് പുള്ളിക്കാരന്റെ വീട്. പുള്ളിക്കാരൻ ഇവിടെ ഉള്ള ഒരു ലോക്കൽ ചൊങ്ജിങ്ങുകാരനാണ്. നമുക്ക് വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി വന്നു. ഓ, യു മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്? ഓ,包子， 包子. No, we call it 包子. You say the big dumpling, big momo. No, this is 包子. ബൗഞ്ച്. പുള്ളിക്കാരൻ ബൗഞ്ചും താണ്ട് ഇവിടെ മുട്ടയൊക്കെ ഉണ്ടാക്കുവാണ്. മുട്ട ഇവിടത്തെ ഒരു പ്രധാന ഭക്ഷണമാണ്, നിങ്ങൾക്ക് അറിയാലോ. അതെന്താ, സ്റ്റൂളാണോ ഇവിടെ ഇരിക്കുന്നത്? കം നത്തിങ്, ഡോണ്ട് വറി. Toto. It's for eating? No lah, it's not for eating, right? ഇവിടെ是你的宠物. It's the pet. പെറ്റ്.你 പുള്ളിക്കാരന്റെ പെറ്റ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതാ പാവം ഒറ്റക്കിട്ട് വളർത്തുന്നു. നോ സ്നേക്ക് റൈറ്റ്? നോ സ്നേക്ക് റൈറ്റ്? പാമ്പ് വല്ലോ കാണാൻ തോന്നും. അപ്രതീക്ഷയായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. പാമ്പ് വല്ലോ കണ്ടാൽ എനിക്ക് അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ശേഷേ ബ്രോ, ശേഷേ. പുള്ളിക്കാരൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പാവം, അടിപൊളി. ഇത് നമ്മുടെ ബണ്ണ് പോലത്തെ സംഭവമാണ്. ഇതിന്റെ അകത്ത് അവര് ചിക്കന്, പോർക്ക്, അങ്ങനെ പലതരത്തിലുള്ള മീറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇത് ഇവിടെ ചൈനയിൽ നമ്മള് വെഡിങ്ങിന് പോയപ്പോ പുള്ളിക്കാരന് കൊടുത്തതാണ്. അതായത് ചൈനയിൽ വെഡിങ്ങിന് പോകുമ്പോ ഇതുപോലത്തെ ചെറിയ സംഭവങ്ങൾ കൊടുക്കും. നമ്മുടെ നാട്ടില് മിൽക്കി ബാറും ചോക്കോ ബാറൊക്കെ കൊടുക്കുന്നല്ലോ. ചോക്കോ ബാർ അല്ല, നെക്ലേസ്, കോപ്പിക്കോ കൊടുക്കുന്നല്ലോ. അതാ ഹാപ്പിനെസ്. കൊള്ളാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? Means I give you the bless to have the baby. Really, seriously. ബേബി വരാൻ വേണ്ടിയുള്ള ബ്ലെസ്സിങ്ങിന് വേണ്ടിയുള്ള ഇതാണ്. ബേബി യു ക്യാൻ ഹാവ്. ഐ ആം ഗിവിംഗ് യു ബേബി, ടേക്ക് ഇറ്റ്. ബ്ലെസ്സിങ്. നമ്മൾ കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഡക്കിന്റെ മുട്ടയാണ്. വലിപ്പം കേട്ടോ, ഇത് ഡക്കിൻ്റെത്, അത് കോഴിയുടെ മുട്ട. ഡക്കിന്റെ വലിപ്പം എന്റെ അമ്മ ഭയങ്കര വലിപ്പമുള്ള ഇത്. പിന്നെ നമുക്ക് മിൽക്കുണ്ട്. ഈ സാധനമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുവാണ്. Duck. Duck. This what is that? Small chicken, right? 走了，然后本来我可以做给你们吃的黄瓜皮蛋汤。 He said because we are leaving, otherwise he actually planned to make the local cuisine for us. Bro. He was trying to make one of the soup. He just നമ്മൾ ആക്ച്വലി വൈകിട്ട് പോവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര പാവം കേട്ടോ. വൈകിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് യാത്ര ചെയ്യുവാണ്. നമ്മൾ ഫ്ലാറ്റിന്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കാടാണല്ലോ. ഈ സിറ്റിയുടെ നഗരത്തിൽ ഇവരൊരു കാടൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും ഹൈ സെക്യൂരിറ്റിയാണ് ഇവർക്ക്. ചിലപ്പോഴെന്ന് പറയുമ്പോൾ ഇവരുടെ ഓരോ ആൾക്കാരുടെ ഫ്ലോറിൽ പോകാനും പ്രത്യേകം കീ ഉണ്ട്. ഇപ്പം നമുക്ക് കീ ഇല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റിൻ്റെ അകത്ത് കയറിയാൽ മതി. ഇതിൻ്റെ റൂമിൻ്റെ ഓണർ ഒരു കോഡ് അടിക്കുമ്പോൾ നമ്മളെ നേരെ റൂമിലോട്ട് കൊണ്ടുവരും. ഇവിടെ എല്ലാം നമ്മുടെ മുഖം കാണിച്ചാൽ അല്ലെങ്കിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് അപ്പം കയറാൻ പറ്റുന്നുണ്ടോ. എൻ്റെ മുഖം. ഹലോ ഹലോ. യെസ്, നമ്മളിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു ഹോട്ട്സ്പോട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ട് ഇവിടുത്തെ സ്പെഷ്യലി ഈ ഒരു
സ്ഥലത്തുള്ള ചോങ്ചിങ്ങിലെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. പുള്ളിക്കാരൻ്റെ വണ്ടി. ദിസ് ഈസ് യുവർ വെഹിക്കിൾ, യുവർ സ്കൂട്ടർ? ആ, പുള്ളിയുടെ സ്കൂട്ടറാ. നമ്മൾ ഹോട്ട് പോട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഹോട്ട് പോ മാസ്റ്റർ കൊള്ളാലോ. ആ, അടിപൊളി വൈബ്, നല്ല മ്യൂസിക് ഒക്കെ ആയിട്ട്. ഇവിടെ ഇവരുടെ വൈനും മദ്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതാ ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇവിടെ ഒരു ബോയിലിങ്ങിന്റെ സംഭവം ഉണ്ടാവും, അതിൽ തീ കത്തും, എന്നിട്ട് അതിൽ കുറെ സാധനങ്ങൾ ഇട്ട് അങ്ങനെയാണ് സംഭവം. നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പൊ അവര് ക്ലിക്ക് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള സൂപ്പ്, പിന്നെ ഇഷ്ടമുള്ള എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്ന് ഇതിൽ ചൂസ് ചെയ്യും. എന്നിട്ട് അതെല്ലാം ഇവര് കുക്ക് ചെയ്യും. അതിൽ നിന്ന് എടുത്ത് നമ്മൾ കഴിക്കും. ഇവിടെ നമ്മുടെ ക്യാമൽ മീറ്റ് വരെ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ ഒരു ടിക്കറ്റ് ഇട്ടുണ്ട്, പിന്നെ അവിടെ ഒരു ടിക്കറ്റ് ഇട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ വെജിറ്റബിൾസും സൂപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലതരത്തിലുള്ള ഈ സംഭവങ്ങള് ഇവര് ഇഷ്ടമുള്ളതുപോലെ ഇത് പലത് തിരഞ്ഞെടുത്തിട്ട് അവര് സ്വന്തമായിട്ട് സോസ് ഉണ്ടാക്കും ഇതിൽ നിന്ന്. അതാണ് ഇവരുടെ സ്റ്റൈല്. സോ he will do now and you will see how. Okay, you can, yeah. പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി പുള്ളിക്കാരൻ്റെ സ്റ്റൈലിൽ സോസ് ഉണ്ടാക്കുവാണ്. ചോറ്, എരിവ്, മധുരം എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. പുള്ളിക്കാരൻ നോക്കട്ടെ. ഇത് നമ്മുടെ ഗാർലിക് ആണ്, നമ്മുടെ വെളുത്തുള്ളി. പിന്നെ ഇത് വേറെ എന്തോ ഒരു ഇത് നമ്മുടെ മല്ലിയില, കൊറിയാണ്ടർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ. പിന്നെ സോസ് ഏതാ? ഇതെന്താ സോസ്? വാട്ട് ഈസ് ദാറ്റ് അക്ക? Different type of soy sauce. സോയ സോസിന്റെ ഒരു ഐറ്റം ആണ്. Sticky soy sauce. Sticky soy sauce. ഓക്കെ, വേറെന്താ ഇടുന്നേ? ഇത് സീസൺ സോസ്, നമ്മുടെ ചില്ലി. അയ്യോ, ചില്ലി എനിക്ക് ഇഷ്ടമില്ല. ബീഫ് സോസ്. ഇത് ബീഫിന്റെ സോസ് ആണ്. പിന്നെ ഇത് പഞ്ചസാര അല്ലേ? ദിസ് ഈസ് ഷുഗർ റൈറ്റ്? No. ഷുഗർ അല്ല, വേറെ എന്തോ സാധനമാണ്. No. ഞാൻ അവസാനം എൻ്റെ ചൂസ് ചെയ്തു. എന്തൊക്കെ സാധനങ്ങൾ മിക്സ് ചെയ്ത് ഒരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ വേറെ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? Your gift. Is honey? That is for me. No. It's the really nice oil for the. ഇത് നമുക്ക് സോസിൽ ഒഴിക്കേണ്ട ഒരു ഓയിലാണ് അവർ തരുന്നത്. ഇതോ പുള്ളിക്കാരൻ ഒഴിക്കുകയാണതോ. What is this? Beef. Beef with ice? Beef with ice? This is ice? Ice ആണോ? Yeah. ഇത് ഐസ് ആണ് ഇട്ടേക്കുന്നത്. അകത്തെന്തോ പുകയുമാണിത്. 160. ആൻഡ് ഇവിടെ നമ്മുടെ സൂപ്പ്, നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത സൂപ്പ്, അകത്ത് കുറച്ച് നൂഡിൽസ്. വാട്ട് ഈസ് ദിസ് അക്ക? That is the one thing you must try in Chongqing. So that is ice. That is not ice. See? Oh yeah. ഐസിന്റെ മുകളിൽ എന്തോ സാധനം ഇട്ടേക്കുവാണ് കുറെ ഇതായിട്ട്. What is this inside? That is the not spicy soup, and this is the spicy soup. ഓ, ഇത് സ്പൈസി സൂപ്പും അത് നോട്ട് സ്പൈസി സൂപ്പും. അത് എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ആണ്. ഇവിടെ സ്പൈസി സൂപ്പ്. എൻ്റെ അമ്മ, ഇവിടെ എന്തൊക്കെയാ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് പ്രോൺസ്. വാട്ട് ഈസ് ദിസ്? പ്രോൺസ്? This is what? സൂസോ എന്താന്തോ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതാ അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്. ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആദ്യം ബീഫ് എടുക്കുന്നു. ഇതില് എരി ഉണ്ടെങ്കിൽ എരിയില്, എരിയില്ലെങ്കിൽ എരിയില്ലാത്തതിൽ അവര് മുക്കുന്നു. ഇവിടെ രണ്ടുപേരും ഇവിടെ തപ്പുവാണല്ലോ. ഒരു ബീഫും കഷ്ണം ഇട്ടോ, അത് കാണാനില്ല. രണ്ടുപേരും ഇവിടെ കിടന്നത് ഇവിടെ തപ്പുവാണ്. കൈയിട്ട് കിണ്ടിയെടുക്കാൻ പറ്റൂല, കൈ പൊള്ളും. ഈ കാണുന്നത് ബീഫ് കുക്ക് ചെയ്തു. ഇറ്റ്സ് റെഡി ഓൾറെഡി. അതുകൊണ്ട് 2 സെക്കൻഡിനുള്ളിൽ ബീഫ് റെഡിയായി. ഇനി നമ്മൾ അതിലിട്ടുന്നു, അതെടുത്ത് കഴിക്കുന്നു. ഓ, സോസ് വെച്ചിട്ട് സോസിന്റെ കൂടെ മിക്സ് ചെയ്ത് ഇനി കഴിക്കും. പുള്ളിക്കാരെന്താ? നമ്മുടെ ചിക്കൻ കാല് വന്നിട്ടുണ്ട്. ഓ എൻ്റെ അമ്മോ, ചിക്കൻ കാലും കൂടെ കഴിക്കേണ്ടി വരുമല്ലോ. അതാ പുള്ളിക്കാരൻ വേറെ എന്തോ ചെയ്യുവാണ് നമുക്ക് വേണ്ടി. അതെന്താ സാധനം? വാട്ട് ഈസ് ദാറ്റ്? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ നേരമായിട്ട് ഇത് എടുക്കാൻ പോകുന്നു, ഒന്നും നടക്കുന്നില്ല. ഭയങ്കര സ്ലിം ആയിട്ട്. ഇതെന്താ വർക്കാവാത്ത? എനിക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ ഇത് വർക്കാവുന്നില്ലതാ. ഓ, ഇത് സോഫ്റ്റ് ആയതുകൊണ്ടാണ്, അല്ലാതെ എന്റെ പ്രശ്നമല്ല. കാരണം ഞാൻ ഓക്കെ. അയ്യോ, തറയിലൊക്കെ പോകുന്നു. ഇത്
ഇത് കൈ കൊണ്ട് തന്നെ എടുത്ത് You കഴിക്കേണ്ടി like വരും. this one? I think it's easy for you. Good job. No, it's not working. It's soft, right? സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. You good? 我觉得这个不是很辣，它应该冷藏室，后面会越吃越辣。 ഇവിടെ ടിഷ്യൂ പേപ്പർ ഒക്കെ താണ്ട് ഇവിടെ അറയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ടേബിൾ മാനേഴ്സിന് വേണ്ടി നമുക്ക് ഡ്രസ്സിൽ ഇതാവാതിരിക്കാനുള്ള ടിഷ്യൂ പേപ്പർ എല്ലാം അവർ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുടല എന്തോ സാധനമാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കി തന്നത്. ഇതാ അതാണ് ആ സാധനത്തിൽ നിന്ന് നമ്മൾ എടുത്തത്. കണ്ടിട്ട് എന്തോ പോലെ ഇരിക്കണം, നോക്കട്ടെ. ഇതാ How do you feel? What do you think? 很怪吗？ It's intestine or not intestine. I know this one. What is it? കുടല എന്തോ സാധനം ഉണ്ടാക്കാം. നാട്ടിൽ ഞാൻ ഇതൊന്നും കഴിക്കില്ല. ഇവിടെ നിന്നിട്ട് ചിക്കൻ കാല് വരെ കഴിക്കേണ്ട അവസ്ഥ വന്നു. ചിക്കൻ കാല് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് നല്ല റെസ്റ്റോറൻ്റ് ആണ്, നല്ല വൃത്തിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കഴിക്കും, എന്തായാലും ട്രൈ ചെയ്യും. ഒക്കെ ഈറ്റ്. I will eat. അതിൻ്റെ കൂടെ ഇവരൊരു ബീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ ആ സാധനം നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. അതെന്താ സാധനം? 豆干，泡泡豆干。 ഞാൻ വിചാരിച്ച ഐസ്ക്രീം എന്താണെന്നാണ് വിചാരിച്ചത്. What is that? Bubble. Bubble. It's pork? No, it's not pork. No, what is that? Bubble protein. ബബിൾ പ്രോട്ടീനോ? അതെന്താ സാധനം? എക്കാ ഹൗസ് ഇറ്റ്? It's ചിക്കൻ really good. Really നമ്മുടെ soft. നോർത്ത് ഈസ്റ്റിലും പല ആളുകളും ഇതുപോലത്തെ കാല് കഴിക്കും. This is really good for skin. A lot of girls eat for the skin. ഇത് ആക്ച്വലി സ്കിന്നിന് നല്ലതാണ്. നാളെ മുതൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും സ്കിന്ന് നല്ലതാവാൻ വേണ്ടി ഫെയർ ആൻഡ് ലവ്ലി ഇടേണ്ട ആവശ്യമില്ല, കോഴിക്കാല് കഴിച്ചാൽ മതി കേട്ടോ. കൊറോണ വൈറസ് വല്ലതും ആണോ? ഇതാണ്ട് ബബിളൊക്കെ വന്നു, അതിലിട്ടപ്പോ താണ്ട് ഇതിൽ നിന്ന് എന്തോ ബബിള് അന്യല് മറ്റേ വൈറസ് വന്ന പോലെയാണ് കേട്ടോ. അതിൽ ബബിളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് എനിക്കാണല്ലോ ഇരിക്കാൻ. ഓക്കെ, എല്ലാം എനിക്കാണ് ഇവർ ആദ്യം തരുന്നത്. എനിക്ക് വല്ലതും സംഭവിക്കാമെന്തോ. കഴിഞ്ഞ പ്രാവശ്യം ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് എനിക്ക് ചൈന വിടാൻ പറ്റിയില്ല. ഇപ്രാവശ്യവും അതുപോലെ ആവുമെന്തോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മംഗോളിയ പോകേണ്ട ഞാനാണ്, ഇപ്രാവശ്യവും എനിക്ക് മംഗോളിയ പോകണം. അത് നടക്കുമെന്തോ. 对，吃一个，然后 നമ്മുടെ വൈറസ് ആണ്.他录了，然后回去再去剪。 ഹലോ കേട്ടോ, 听起来很好吃， എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, 卤的很好。 പക്ഷെ അടിപൊളി.阿里布里，chicken feet，阿里布里。 From tomorrow every Kerala girls are going to eat this Really? for facial beauty. Ready for the beauty. Seriously. ഇവരെന്നെ കൊല്ലാൻ വേണ്ടി പോവാണ്. അടുത്ത എന്തോ സാധനമുണ്ട്. ഇതെന്താന്തോ? You try it. ഇത് വല്ല പോത്തിന്റെ കിണുക്കാമണിയല്ലോ എന്നെ. 1 What is that? You try it. What is that? You try, we will tell you. ഇതെന്താന്തോ? കിടുക്കാമണിയാണോ?狗血。 ഇത് ഡക്കിന്റെ, നമ്മുടെ താറാവിന്റെ ബ്ലഡ് ആണ്. താറാവിന്റെ ബ്ലഡ് വരെ ഇവര് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു പോയി കേട്ടോ, കുഴപ്പമില്ല. ഇത് ഭയങ്കര ബളുബളു പോലെ ഇരിക്കുന്നു. താറാവിന്റെ ബ്ലഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ ഭക്ഷണമെന്ന്. ഇതിന് പട്ടി ഇറച്ചി വല്ലതും കാണുമെന്നോ ഞാൻ വന്നപ്പോഴേ ചോദിച്ചു. 有个广西广 ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊറോണ വൈറസ് 广西桂林，它不是桂林，是广西哪里？他们弄的狗狗，他们就 കറക്റ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല. ദാ. 真的，这个 He's telling me there's a specific area usually they really eat dog. ഇതിനിടയില് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മുടെ ലെമൺ ടീ ഉണ്ടായിരുന്നു ഇവിടെ. ലെമൺ വാട്ടർ, ലിംബു പാനി, നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം, നാരങ്ങ വെള്ളം, നാരങ്ങ വെള്ളം, I don't know。 നാരങ്ങ വെള്ളം, I told you. It's നാരങ്ങ വെള്ളം. Habibi， ഹബീബി, 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 ഹബീബി മാത്രം അറിയാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് വന്ന ഇതിന്റെ തുകയെന്ന് പറയുമ്പോൾ 231 ഇതാണ്. ഞാൻ പൈസയൊക്കെ അടച്ചു. my friend. ശേഷേ നല്ല ഭക്ഷണമായിരുന്നു. അയ്യോ, വയറ് ഫുള്ളായിട്ട് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ പറയണം. അയ്യോ, ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ്. നമ്മുടെ ലോകത്തിൻ്റെ കൊറോണ ക്യാപിറ്റലായിട്ടുള്ള വുഹാനിലോട്ട് ട്രെയിനിൽ പോകാൻ വേണ്ടി പോവുകയാണ്. ഇതിനിടയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു 2 പെൺകുട്ടികളെ കാണിച്ചില്ലേ, കറങ്ങാൻ വേണ്ടി വന്ന ഒരു ക്യൂട്ട് പെണ്ണെന്ന് പറഞ്ഞാൽ. ഇന്നുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. പിന്നീട് സമയമില്ല. ഇന്ന് ബാഗ് എടുക്കാൻ വേണ്ടി പോകണം. ബാഗ് നമ്മൾ വേറൊരു ഹോട്ടൽ റൂമിൽ വെച്ചിരിക്കുകയാണ്, വേറൊരാളുടെ വീട്ടിൽ. Where's the bag? Where's the bag?
Where's the bag? Our bag gone. 谢谢。希望我下次的英语更好。 What do you say? He say, wish next time when you guys meet can communicate in English. Yeah. Hopefully. Thank you so much. Thank you, Habibi. Habibi. Bye bye. 下次见，台湾见好不好？印度这个他见。联系， Habibi, come to Kerala. 我不知道，你们如果说你们会把微信换了吗？就是这种，我应该这个微信啊能联系， You WeChat. Yeah, Bill. 也 Yes. 可以发一个 WhatsApp 可以添 You 加的 can。send WhatsApp 但 to 是 him. Okay, I will send 我 WhatsApp. 用不了。ഇവിടെയുള്ള ആളുകൾ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കില്ല കാരണം അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. VPN ഒക്കെ വെച്ചാൽ മാത്രമേ വർക്കാവുള്ളൂ. പിന്നെ അതുകൊണ്ട് അവരങ്ങനെ പോയി ബൈ ശേഷേ കേട്ടോ. നല്ലൊരു പുള്ളിയായിരുന്നു. പുള്ളിയുടെ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ പുള്ളി രാത്രി ഒരു ട്രഡീഷണൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പുള്ളിയുടെ കറങ്ങാമൊക്കെ ആയിരുന്നു. ബട്ട് സമയമില്ല, അതുകൊണ്ട് നമ്മൾ പോവാം. കഴിച്ചിട്ട് വയറെല്ലാം ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള കുത്തനുള്ള ബിൽഡിങ്ങുകൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. ഗോ 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 ഗോ. ചൈന കൺസ്ട്രക്ഷൻ ബാങ്ക്, ചൈനീസ് കൺസ്ട്രക്ഷൻ ബാങ്ക്. അവിടെ നമ്മുടെ ഗാംബ്ലിംഗ് ആണ്. ഇവിടെ എന്തോ കളിക്കുന്നുണ്ട്. ഹലോ നീ ഹാവ് കമാശ ഇവിടെ പൈസ വെച്ച് കളിക്കുവാണ്. ഹലോ നീ ഹാവ് മൈനി ജയ്തോ ആരെങ്കിലും കോടീശ്വരനാണോ? അവിടെ ഒരാളുണ്ട്. They have east, south, north, west, with 4 different directions. 我再翻译给他，因为他不会，我翻译给他听。You see? You see? 他是 YouTuber，博主类似博主。ഹിന്ദു അല്ലേ? ഹിന്ദു. ഹിന്ദു ഇത്. You see? എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്ന് സംഭവം. 80 million, 90 million, no, 80,000, 90,000. You see? Now it's like 80,000, 70,000. പുള്ളിക്കാരന് എത്ര കിട്ടി?什么？പുള്ളിക്കാരന് 10, 20, 40. ഓ പാവം കേട്ടോ, അത്രേ കിട്ടിയുള്ളൂ. 40 യുവാനേ കിട്ടിയുള്ളൂ. 40 യുവാൻ എന്ന് പറയുമ്പോൾ ഒരു 500 രൂപയുടെ അകത്ത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ കളയും, ആവശ്യമുള്ള എടുക്കും. അങ്ങനെയാണ് ഈ കളി. And they want to collect more or they want to collect less? They need to make the Boundary. right bounding, and it could be the winner. ഓ ഇത് ഫുള്ളായിട്ട് അവർ റൈറ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടിങ് ആക്കണം. കളി കണ്ടോണ്ടിരുന്ന സമയമല്ല. ബൈ ചെയ്തോ. ഓക്കെ ബൈ. What did he say? I don't understand either. എക്കാസിന് മനസ്സിലായില്ല, എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം മനസ്സിലായി. ഇവിടെ ചെറിയ കടകളൊക്കെയാണ്. രാവിലെ അവർ തുറന്നു വരുന്നേ ഉള്ളൂ. ഉച്ച സമയമായി. കുറേ മാറ്റുകളും. ഇവിടെ എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് പ്രദേശമല്ല, ഇതെല്ലാം ലോക്കൽ നെയ്ബർഹുഡാണ്. അവിടെ എല്ലായിടത്തും ഗാംബ്ലിംഗ് ആണ്. ഇതിൻ്റെ അകത്തൊക്കെ സ്ത്രീകൾ ഇരുന്ന് ഗാംബ്ലിംഗ് ചെയ്യുവാണ്. കുറേ ഉണ്ട്. ഇത് ലീഗൽ അല്ലെന്നാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട്. ഇത് മസാജ് സെൻ്റർ ആണ്. നമ്മൾ മെട്രോയിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ബാഗ് എടുക്കാൻ വേണ്ടി വേറൊരു ഇടത്ത് എത്തിയിട്ടുണ്ട്. ഇതുണ്ടില്ല, നല്ല പീച്ചും കൊണ്ടുപോകുന്ന ആളുകൾ കണ്ടോ, നല്ല രസമുണ്ട്. പുള്ളിക്കാരെ എന്തൊക്കെയാ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശേഷേ നമ്മൾ ബാഗ് എടുക്കാൻ വേണ്ടി പോകേണ്ടത് ആ ബിൽഡിങ്ങിലാണ്. നമ്മളങ്ങനെ നമ്മുടെ ബാഗ് വെച്ചിരിക്കുന്ന കുടുക്ക് റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഹലോ നിഹാവോ. ആഫ്റ്റർ ലോങ് ടൈം നമ്മുടെ ബാഗിന് നമ്മൾ ഒരു 10-15 മണിക്കൂറായിട്ട് മിസ് ചെയ്യുമായിരുന്നു. ഇവനെ നമ്മൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അവന്റെ റൂമിൽ നമ്മൾ ഇത് വെച്ചു. ശേഷേ ബ്രോ, ബൈ ബൈ, സീ യു. ശേഷേ പാവടാ, നല്ല കൊച്ചു പയ്യനാണ്. 19 വയസ്സായിട്ടുള്ളൂ കേട്ടോ. കൊച്ചു പയ്യനായിരുന്നു. ഇന്നലെ രാത്രി ഫുൾ ആ പബ്ബിൽ കറങ്ങാൻ വേണ്ടി പോയിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ. വി ചാറ്റ്, ടെക്സ്റ്റ്. ഓക്കെ ബൈ. എൻ്റെ അമ്മ, നമ്മളിനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോട്ടെ. സമയമില്ല, ആകെ ഇനി 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ട്രെയിനിന്. നമ്മൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കാരൻ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഇട്ടിട്ട് വെയിറ്റ് നോക്കുവാണ്. നോട്ടെ അങ്കിൾ, 1.10. അതില് ഈ 2 അത്രയുണ്ടോ? ഇത് കിലോ അല്ല. വാട്ട് ഈസ് ഇറ്റ്? Another, I forgot how to say in English. ഇവരുടെ ചൈനയിൽ എന്തോ പറയുന്ന
I will find the English to you. It's നമ്മുടെ another- കിലോഗ്രാം അല്ല ഇത്, another പക്ഷെ kilo. എന്തോ സംഭവം 1.1 ഉണ്ട് ഇത്. ഇവിടെ ചൈനയിൽ ആളുകൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അവരെവിടെയാണെങ്കിലും ഇതുപോലെ കൊത്തിയിരിക്കും, മൊബൈൽ യൂസ് ചെയ്യാനായാലും എന്തായാലും അങ്ങനെ നല്ല രീതിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് ഫണ്ണി രൂപമാണ്. മെട്രോയിൽ ഇരിക്കാനുള്ള സ്ഥലമില്ല, തൽക്കാലം ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്, അവിടെ തൽക്കാലം കയറി കിടക്കാം. This fellow. This fellow. നമ്മളങ്ങനെ മെട്രോ കയറി അവസാനം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ മെട്രോ സ്റ്റേഷനാണ്. അത്രയ്ക്ക് വലുതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഉള്ളിലോട്ട് ഇടണം നമുക്ക്. യെസ്, അതാണ്ട് റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് ഈ ഒരു ഭാഗത്തോട്ടാണ്. താങ്ക് യു. നമ്മൾ പാസ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട്. അവരുടെ പാസ്പോർട്ട് നമ്പർ അടിക്കും. ഇത് എക്കാസുവിൻ്റെ ചൈനീസ് പാസ്പോർട്ടാണ്, അതായത് ട്രാവൽ ഡോക്യുമെൻറ്റ്. തായ്ലൻഡുകാർക്ക്, തായ്വാൻകാർക്ക് പാസ്പോർട്ടില്ല, പുതിയ പാസ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു ട്രാവൽ ഇത് എടുക്കണം. കണ്ടോ, ഇതാണ് എക്കയുടെ പുതിയ ട്രാവൽ ഡോക്യുമെൻ്റ്. അതായത് ട്രാവൽ ഡോക്യുമെൻറ്റിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ചൈനീസ് പാസ്പോർട്ട്. എക്കാക്ക് 2 പാസ്പോർട്ടുണ്ട്. WeChat doesn't admit. ചൈനയിലെ ട്രെയിൻ കയറി മടുത്തു. നമ്മൾ വീണ്ടും ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ടെർമിനലിൽ ധാരാളം ആളുകൾ നമുക്ക് ഇരിക്കുന്നതാണ്. എന്താ ഫുള്ള് തിരക്കാണ്. ഇതിൻ്റെ 2 ഭാഗത്തും മുകൾ ഭാഗത്തായിട്ടും ഭക്ഷണശാലകളാണ്. അതിൻ്റെ മുകൾ ഭാഗത്തും അതിൻ്റെ താഴെയായിട്ടും ഭക്ഷണശാലകളുണ്ട്. നമുക്ക് പോവേണ്ടത് 5AB ആണ്. എനിക്കൊന്ന് ആ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ടെർമിനൽ വരുന്നത്. എല്ലാവർക്കും എന്നോട് ഫോട്ടോ എടുക്കണം. എല്ലാവർക്കും എന്നോട് ഫോട്ടോ എടുക്കണം. ഓരോ ഭാഗത്തുള്ള ആളുകൾ അവരുടെ ചെക്കിംഗ് ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബോർഡിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് പാസ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അവർ പാസ്പോർട്ട് അതിലടിച്ചിട്ട് നമ്മളിത് എൻ്റർ ചെയ്യിപ്പിക്കും. നമ്മൾ ട്രെയിനിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ലോക്കൽ സിറ്റിംഗ് അല്ല, കുറച്ച് കൂടിയതാണ് എടുത്തത്. ഇത് 8 എനിക്ക് തോന്നുന്നു അപ്പുറത്താണ്. നല്ല അടിപൊളി സ്ലീപ്പിംഗ് കാറാണ്. നമ്മൾ ബുക്ക് ചെയ്തത് സ്ലീപ്പിംഗ് ആണ്. സത്യത്തിൽ വേറെ ഒന്നിലും ടിക്കറ്റ് ഇല്ല. അർജൻറ്റായിട്ട് പോകണം എന്നുള്ളൊരു അത്യാവശ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ബുക്ക് ചെയ്തത് സ്ലീപ്പിങ്ങിൽ. അല്ലെങ്കിൽ സിറ്റിങ്ങിൽ മാത്രമേ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 7 മണിക്കൂറുള്ള ജേണി. അതാ നല്ല രസമുള്ള ഇതാ. നമ്മുടെ ഉള്ളിൽ ഇതാണ് കേട്ടോ. ഹലോ, വാവ് വാവ്. എൻ്റെ അമ്മോ, നമ്മളത് 24ഉം 21 ആണ്. ഹലോ, നീഹാ. ഇതൊന്നുമല്ല, ഐ തിങ്ക് ഇതാണ്. ഓ, ദിസ് ഈസ് അവേഴ്സ്. ഇത് നമ്മുടെ 2nd ക്ലാസ് സ്ലീപ്പറാണ്. ഇവിടെ നമുക്ക് ഇത് ചവിട്ടി കയറാനുള്ള സംഭവം, ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാഗ് വയ്ക്കാനുള്ള സംഭവം. ഇവിടെ 4 പേരാണ്. ഹലോ, അതുകൊണ്ട് ഇവിടെ ലൈറ്റ്, നമുക്ക് ഡ്രസ്സ് ഇടാനുള്ള ഇത്, ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. അടിപൊളി. എക്കയുടെ സീറ്റ് ഇവിടെ, എൻ്റെ സീറ്റ് ഇവിടെയാണ്. നല്ലൊരു രസം. ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കുറേ സീറ്റുകളൊക്കെ വേക്കൻ്റ് ആണ്. ഞാൻ പുറത്തോട്ട് പോയി നോക്കട്ടെ. ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെയൊക്കെ നമുക്കിങ്ങനെ സീറ്റ് താണ്ട് ഇങ്ങനെ താത്തിട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ കഴിയും. അതിന് വേണ്ടിയുള്ള സീറ്റാണ്. ഇവിടെ സൈഡിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഈ കാണുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ചൂടുവെള്ളം ഇതെല്ലാം ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒരു ചെറിയൊരു വാഷ്റൂമാണ്. കണ്ടോ, എത്രയാണ്? നീ ഹലോ. ഇതാണ് കേട്ടോ. നമ്മളിനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. ട്രെയിനിലൊന്നും ആളനൊക്കെ ഇല്ലാത്തത്. നിങ്ങൾ മുമ്പത്തെ ട്രെയിൻ ജേണിയൊക്കെ കണ്ടല്ലോ, അതിലൊക്കെ നല്ല ആളുകളും എല്ലാ ആളുകളുടെ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇതിലങ്ങനെ പറ്റില്ല. ഹായ്, ഹലോ. അവസാനം നമ്മുടെ ട്രെയിൻ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനാണ്. 7 മണിക്കൂർ കൊണ്ട് നമ്മുടെ വുഹാന് എത്തും ഈ ഒരു ട്രെയിന്. വുഹാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സോ അപ്പുറത്തൊക്കെ നമ്മുടെ വേറെ ട്രെയിനുകളൊക്കെയാണ്, പല ഭാഗത്തോട്ട് പോകുന്ന ട്രെയിനുകൾ. ടിക്കറ്റ് ചെക്കർ ഓരോ റൂമുകളായിട്ട് കയറി ഇറങ്ങി നടക്കുവാണ്. ഇവര് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ചെക്കർ അവരുടെ ലോക്ക് വെച്ച് തുറക്കും കേട്ടോ. അങ്ങനെ അവര് കതവ് കൊട്ടിയിട്ട് 2 സെക്കൻഡിനുള്ളിൽ തുറക്കാത്തോണ്ട് പുള്ളിക്കാരിയുടെ സ്വന്തം ഇത് വെച്ച് പുള്ളിക്കാരി തുറന്നു. നമ്മള് അവിടെ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പാസ്പോർട്ട് പാസ്പോർട്ട് Go lại. He say 你好. 你好。
വിളിക്കുന്നുണ്ട്. ഗോലായി എന്ന് പറഞ്ഞാൽ വിളിച്ച്. മിഞ്ച് മിഞ്ച് സബ നീ വച്ചു നാലി ആ തുക. Hello. From India? Yeah, I'm from India. I can hear that. Oh, okay. Your English is Indian English. Indian English. Indian English. Indian English. Are you coming to China for tourists? Yeah, tourist traveling. I'm traveling. You Yeah. are traveling? Yeah. It's very hot in India. My place it's like 50 raining. degrees. Yeah, but my place is raining. Oh, okay. India is so big, and my place is like it's very raining. It's like in the tropical I region. always worry about India. You have too many people. Ah, okay. China also has. China also. But you overtake Now they are the China. top. Yeah, we overtake China like few months ago. Smaller than China. You have to admit It's that. true. It's true. True. Yeah. I worry you have too many people. Yeah. Yeah. It's You have true. enough food. Yeah. You have to occupy China. Yeah. From China. I'm worried. Don't worry. I always say this to my Indian friends. Oh, okay. I worry about your country. Don't worry. Don't worry. I am coming from south. You're from South. Yeah. So, have you been to India? I've never been to. Oh, okay. It's So. one of the few countries never been to. I've been to many countries, but So whatever you know about the India, like the life where I am, the place where I am staying, like it's completely you different. have interest in religious and Religion. Indian you have different class. Oh. Caste Yeah. Class. Yeah, But caste it's not system. how India Uh, they believe in Hinduism. It's like they still have There their is other- 3 main religion: Christianity, Islam, Hinduism. Yeah. So yeah. yes, it's a interesting country. Oh, okay. Yeah, it's really It's an interesting. interesting country. Where are you going to? Near Sonali? I'm going to Wuhan. Wuhan. Oh, Hankou. So it's the COVID capital of the world. Let me try to be polite. Yeah. So you're from there? It's the starting point of the pandemic, Ah, yeah. which happened once in a century. Yeah, That's exactly. fair. Yeah. Yes, we're not offend people. No. They're very sensitive. They're very Yeah. sensitive. They claim this is the American did, Yeah. We're totally stupid, Mm. Yeah, this is totally stupid. Yeah. I think I'm going to go there. It's an interesting place. I love China, you know? You love China? I love so China. much. There's a border. They're fighting each other. Yeah, there is a border and they kill few people with a Well, stick. yeah, they use this one. They don't use missiles. They don't use gun. Weapon. They Yeah. don't use missiles. You don't use these. So this Yeah, they this use the is stick this one. because army. Yeah, they I mean, the things. Yeah, very interesting fighting. They use this one. yeah, because they have the agreement not to use, so they use the wooden stick. But it's so sad. Yeah. Well, it's not out of control. It's just a. You speak good English. Yeah. Compared to most of the Chinese. Also Chinese. Yeah. I mean, Where are me. you from? I'm from Taiwan. You're from Taiwan. Yeah, she's Taiwan. Taiwan. Yeah, I've been to Taiwan a couple of times. Oh, which part? Oh, Taipei. Most of the Taipei. Yeah, Taipei. Yeah, most people go there. It's a nice place. Yeah. They maintain the tradition. Yeah, we maintain tradition. Yeah. ഞാൻ നേരത്തെ ഒരു തെറ്റ് പറഞ്ഞു. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് 4 ബെഡ്. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 1, 2, 3 ബെഡായിട്ട് ഇവിടെ വരും. മൂന്നാമത്തെ ബെഡിൽ സ്ഥലമൊന്നും അത്ര കാണില്ല. പുള്ളിക്കാരൻ അമേരിക്കയിലെ ഒരു കോളേജ് പ്രൊഫസറാണ്. പുള്ളിക്കാരൻ ചൈനക്കാരനാണ്. കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയിട്ട് പുള്ളിക്കാരൻ അവിടുത്തെ പ്രൊഫസറായി അവിടുത്തെ പൗരത്വം എടുത്തിട്ട് പുള്ളിക്കാരൻ ഇവിടെ കറങ്ങാൻ വേണ്ടി വരുന്നതാണ്. അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ വേണ്ടി വരുന്നത് മാത്രം. ഇവിടെ നമുക്ക് ഇവിടെയുള്ള വാഷ് ബേസിൻ സംവിധാനം എല്ലാം ഭയങ്കര ക്ലീനും മികച്ചതുമായിട്ടാണ്. നമ്മൾ ഏതൊരു സ്റ്റേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്തുള്ള ഒരു സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയും ആളുകൾ കുറേ പേര് നിൽപ്പുണ്ട്. എല്ലാവരും ഓടി ട്രെയിനിലൊക്കെ കയറാൻ വേണ്ടി പോവുകയാണ്. കുറേ പേര് പുറത്ത് പോയിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഉള്ളിലോട്ട് കയറട്ടെ. അവർ വിസിലടിച്ചിട്ടുണ്ട്. നല്ല മണം. അകത്തുനിന്ന് ഇവിടെ ആരും സിഗരറ്റ് വലിക്കുന്നില്ല. മറ്റേ കഴിഞ്ഞ ദിവസം എടുത്ത ട്രെയിനിലാണെങ്കിൽ ഫുൾ ആളുകൾ സിഗരറ്റ് വലിയും നാറ്റമൊക്കെയാണ്. ഇവിടെ ആളുകളും ചില സീറ്റിലൊന്നും ആളുകളില്ല. 12车厢吗？ എവിടെ നോക്കിയാലും നമുക്ക് ഈ മല തുരന്നുള്ള റോഡുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. 250 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. 250 അല്ല, 350 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനും ഉണ്ട്. എല്ലായിടത്തും തുരങ്കമാണ്. തുരങ്കം.
എക്കാസ് മുകളിലോട്ട് പോവാണ്. വാട്ട് ഈസ് ദാറ്റ്? ഇത് എയർ ആണ് കേട്ടോ, എയർ വെന്റ് റെഗുലേറ്റിംഗ് ആണ്. വോയിസ് ഓ വോളിയം ഒക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വോളിയം കുറയ്ക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം. അടിപൊളി കേട്ടോ, ഫസ്റ്റ് ക്ലാസ്, വേറെ ലെവല്. നമുക്ക് ഒക്കെ പോയിട്ട് വേണം, ഞാനൊന്ന് അടച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഇതടച്ചാൽ നമുക്ക് സൗണ്ടോ ശബ്ദങ്ങളോ ഒന്നും വരില്ല എന്ന് തോന്നുന്നു. നമുക്കിവിടെ വോയിസ് റെഗുലേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ കുറേ നേരമായപ്പോഴേക്കും എന്താ ഇവിടെ ഫുള്ള് മങ്ങി തുടങ്ങി. കാരണം പുറത്ത് മഴയും എന്തോ സംഭവങ്ങളൊക്കെ നടക്കുവാണ്. എക്കാസ് ഇവിടെ കിടന്നിറങ്ങുകയാണ്. വാട്ട് എക്കാസു? വാട്ട് ഹാപ്പൻ? ഇവിടെ വേറെ ഒരാളും കിടന്നുറങ്ങുവാണ് കേട്ടോ. ബോറടിക്കുന്നു എനിക്കാണെങ്കിൽ. ഇതാ ഇവിടെ വേണ്ട വേറെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ പേര് ഇവിടെ ഇങ്ങനെ വെറുതെ വന്ന് ഇരിപ്പുണ്ട്. പിന്നെ അല്ലാതെ വേറെ ഒന്നുമില്ല, ഫുള്ള് തുരങ്കങ്ങളാണ്. അതാണ് വേറൊരു ഭയങ്കര തുരങ്കങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്, കാണാനൊന്നും പറ്റുന്നില്ല. ഇവിടെ എന്തോ പറഞ്ഞുകൊണ്ടൊരു ചേച്ചി പോകുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റൈസ്? ഓ പുള്ളിക്കാരി നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് വയ്ക്കാനാണ്. അവര് ഭക്ഷണം വിൽക്കുന്നുണ്ട്. ഇവിടെ പാൻട്രി കാർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ ഏതൊക്കെ കുറേ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഫുള്ള് ഫോഗൊക്കെ മൂടി മലനിരകൾ നിൽക്കുന്നുണ്ടോ. എന്ത് രസം, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു അമ്മയും മോനും ഇട്ട് കളിക്കുകയാണ് കേട്ടോ. സോസാ പേപ്പർ മറ്റേ ഇതുണ്ടല്ലോ, ഇതെന്തോ കളിക്കുകയാണ്. ഞാനിവിടെ ലിച്ച് ചെയ്യുന്നു. നമ്മുടെ പീച്ചിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പ്. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ എല്ലാം കുറേ ആളുകൾ ഇരുന്ന് സൈഡിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകളും നൂഡിൽസ് കൊണ്ടുവന്നിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ച് അത് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ അവർ ഇപ്പോൾ സ്പീഡ് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നത് 108 സ്പീഡ്. നമ്മളിപ്പം 3rd ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 3 നില സ്ലീപ്പറാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും സെയിം തന്നെയാണ്, പക്ഷെ 3 നിലയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കാനൊരു ടേബിളും കൂടെ ഉണ്ട്, ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ ടേബിളുണ്ട്. നമ്മളവിടെ ടേബിൾ ഇല്ലായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ഇവിടെ കീ ഇടണം. ഈ കാണുന്നത് നമ്മുടെ സിറ്റിംഗ് ആണ്. സിറ്റിങ്ങിൽ കുറേ പേര് വെയിറ്റ് ലിസ്റ്റ് ആയ ആൾക്കാരാണ് ദാണ്ട ഇവിടെ തറയിലിരിക്കുന്നത്. നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. നമുക്ക് നല്ല സ്ലീപ്പർ ഉണ്ടെങ്കിലും കിടക്കാനുള്ള ഒരു യോഗ ഇല്ല, ഉറക്കം വരുന്നില്ല. സമയം രാത്രി 11 മണിക്ക് ട്രെയിൻ എത്തുകയും ചെയ്യും. Auntie was asking why we put the scarf on the head. I said, for style. നമ്മളിവിടെ കഫേ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണിതാ അവരുടെ ഭക്ഷണമൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കൗണ്ടറാണ്. ഇവിടെ നമുക്ക് നൂഡിൽസ് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈവൻ നമുക്ക് ഓർഡർ ചെയ്യാം, അവർ കൊണ്ടുവരും നമ്മുടെ റൂമിലോട്ട്. ഇവിടെ മഷ്റൂം എന്തൊക്കെയോ സാധനങ്ങളാണ്. പിന്നെ കുടിക്കാനുള്ള ഡ്രിങ്ക്സ്, നൂഡിൽസ്, റൈസിനൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രയും വരുന്നത് 48. അതായത് ഒരു ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ $6. ഒരു 600 രൂപ അടുപ്പിച്ച് വരും ഈ ഒരു സാധനത്തിന്. നല്ല വില ഉണ്ട് സംഭവങ്ങൾ. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് സിറ്റിംഗ് കൗണ്ടറാണ്. ഇവിടെ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നിൽക്കുന്നവരെല്ലാം ടിക്കറ്റ് ഇല്ലാത്തവരാണ്. നല്ല വില ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാമായിരുന്നു. ഇതിനെല്ലാം അത്യാവശ്യം വില ഉണ്ട്. ഇതിന് 100 യുവാൻ. ഇവിടെ കണ്ടില്ലേ, പുറത്ത് ട്രെയിനിൻ്റെ പുറത്തുള്ള അവസ്ഥ ഇതാണ്. എനിക്ക് ഇവിടെ നിന്ന് തുടച്ചാൽ വല്ലോ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ തുടയ്ക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇരുന്നാൽ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതാ ഒക്കെ കൊണ്ട് അവിടെ കിടക്കുവാണ് കേട്ടോ. ട്രെയിനിൽ കുറച്ച് വ്യൂ കിട്ടാൻ വേണ്ടി എനിക്കൊന്ന് തുടക്കേണ്ട അവസ്ഥ കേട്ടോ. കണ്ടില്ലേ, ഞാൻ തുടച്ചപ്പോൾ ഇത്രയും ഭാഗം നല്ല വൃത്തിയുണ്ട്. ഈ ഒരു ഭാഗത്ത് താണ്ടേ അഴുക്കായിട്ട് ഇരിക്കുവാണ്. എന്താ നല്ല വൃത്തിയുണ്ട്. മിഷൻ സക്സസ്. ഇവിടെ അപ്പുറത്തൊരു ചേട്ടൻ കൂർക്കം വലിക്കുന്നു. ഈയെ ഞാൻ പറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ചേട്ടൻ കൂർക്കം വലി നിർത്തിയെന്ന് വന്നു. നമ്മളേതോ ഒരു അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഏത് സ്ഥലമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇതുവഴിയൊക്കെ ഹിച്ചേക്ക് ചെയ്ത് വരാൻ വേണ്ടി ഇരുന്നതാണ്. സമയപരിമിതി കൊണ്ട് മാത്രമാണ് ഇതുപോലെ ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ കടന്നു പോകേണ്ട അവസ്ഥ വന്നത്. ഒക്കെ കുറേ നേരമായിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനും ബോറടിച്ചിരിക്കുകയാണ്. വാട്ട് ആർ യു ഡൂയിങ്?
ഹായ്. Hi. വേറെ നീയോ ചുനാലി? Wuhan. വുഹാൻ. ആ ഓ നാലി വുഹാൻ. ഓഷി നാലി വുഹാൻ. 我要去， ആ 我要去。 ആ നീ Go to Wuhan. go to Wuhan. Oh, you speak English? Little bit, little, small. Very small. Chinese. This, yes, Chinese person, but Taiwanese citizen. Taiwan. Taiwan citizen, Chinese tribe. 会讲中文吗？会，我到了。അവര് ഫ്രണ്ട്ലിയായി. നിങ്ങൾ friends. I am out now. 台湾讲中文应该没问题了。没问题，没问题。 What do you say? He's asking like, is it for Chinese? We can speak Chinese, right? I said, yeah. Yes, Mandarin. 这位男士来自于 Hindu. Yeah, Hindu. India. Yes, Hindu. 很帅，能破吗？ What are you saying? I don't want to say. He doesn't look. He looks beautiful. Meili. I am Meili. Yes. Meili. You Meili. Me Meili. This no Meili. No, Meili is for Handsome. gay. It's okay. Meili. You unmeili, not Meili. Most Meili. 你们是博主。 No, it's okay. No makeup. We are men. This is makeup. We men no makeup. 做一下翻译。 പുള്ളിക്കാരൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ വുഹാനിൽ നിന്നാണ്. ഇപ്പൊ വുഹാനിലോട്ടാണ് പോകുന്നത്. പുള്ളിക്കാരന്റെ വീട്ടില് ലോകത്തെ 2-3 വർഷം ലോകത്തെ നിർത്തിപ്പിച്ച ഒരു സ്ഥലത്ത് ജനിച്ച ഒരു പുള്ളിയാണ്. പുള്ളിക്കാരന്റെ അടുത്ത് നമുക്ക് കോവിഡ് സമയത്തെ പുള്ളിക്കാരന്റെ അനുഭവം കേൾക്കാം. ചൈനയില് വുഹാനിലാണ് ഏറ്റവും കൂടുതൽ തുടങ്ങിയത്. പിന്നീട് ഷങ്കായി നിന്നാണ് വീണ്ടും വളരെ വ്യാപിച്ചത്. ബട്ട് എന്നിരുന്നാലും അവരുടെ ആദ്യത്തെ ഫേസിന്റെ ആ ഒരു സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് പുള്ളിക്കാരൻ ചൈനയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. യെസ് ബ്രോ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? Hello， 打招呼是吧？OK。现在你可以说你的 It's okay, Chinese okay. 呀，你现在可以说你的，我你也感讲中文就好了。对。在武汉感染，先说肺炎那个事情肺炎。 കോവിഡ് ആദ്യം വുഹാനിൽ വന്നപ്പോൾ വുഹാനിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ധാരണയുമില്ലായിരുന്നു. അതിനാൽ തന്നെ നമ്മൾ വളരെയധികം പരിഭ്രാന്തരായി. അതുകൂടാതെ പല കഷ്ടപ്പാടുകളും ഉണ്ടാകാൻ തുടങ്ങി. എന്ത് ഇനി നമ്മുടെ ഭാവിയിൽ ജീവിക്കുമെന്ന് അറിയാത്ത അവസ്ഥയിലെത്തി. വീടിന് പുറത്തു പോകാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായതിനാൽ വീട്ടിലുള്ള നൂഡിൽസ് മാത്രം കഴിക്കേണ്ടി വന്നു 20 ദിവസങ്ങളോളം. 20 ദിവസങ്ങൾക്ക് ശേഷം ഇവിടുത്തെ സർക്കാർ കോവിഡ് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നല്ലതുപോലെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അതിനാൽ തന്നെ നമുക്കും ഈ രോഗം എന്താണെന്നുള്ള കാര്യങ്ങളുടെ ഒരു ധാരണ ലഭിച്ചു. പിന്നീട് സർക്കാർ ഭക്ഷണങ്ങളൊക്കെ അയക്കാൻ തുടങ്ങി. അതിനാൽ തന്നെ പരിഭ്രാന്തി നിലയ്ക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് പതിയെ പഴയ ജീവിതത്തിലോട്ട് നമ്മൾ വരികയുണ്ടായി. Thank you. He said, actually, to be honest, at the moment when it just came, they really feel panic. They don't know what's going on. What is this virus? Like the people in Wuhan, because everything came from Wuhan, right? So all the people there, they are also like panic and asking each other, like, what is this going on? Am I going to die tomorrow? They are also panic, and they also finished the food. അപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ പാനിക്കായതുപോലെ തന്നെ ഇവരും പാനിക്കായിട്ടുണ്ട്. ഭക്ഷണമൊന്നും ഇല്ലാതെ ഇവർക്കും ഇങ്ങനത്തെ അവസ്ഥകളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഓൾറെഡി 10 മണിയായതുകൊണ്ട് ഇവിടെ താണ്ടെ നമ്മുടെ ലൈറ്റൊക്കെ അവർ ഓഫ് ചെയ്തിട്ടുണ്ട് പാർഷ്യലി. നമ്മളിവിടെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഒരു ലോഡ് നൂഡിൽസ് കഴിഞ്ഞു. വേറെയൊക്കെ യുവർ ടീ തിങ്സ് ഇവിടെയൊക്കെ ഒരു ലോഡ് 10-15 ഐറ്റം ടീകളുള്ള യെസ് കോഫി 10-15 ഐറ്റം കോഫി കൊണ്ട് കിടക്കുവാണ് കേട്ടോ. ഒക്കെ നമ്മൾ നൂഡിൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ വുഹാൻ നഗരത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. വുഹാൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു നഗരമൊന്നുമല്ല, അത്യാവശ്യം വലിയൊരു നഗരമാണ്. വുഹാൻ്റെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റ് പോകണമെങ്കിൽ തന്നെ സാധാരണ 1-2 മണിക്കൂർ എടുക്കുമെന്നാണ് പല ആളുകൾ പറയുന്നത്. ഇതിനിടയിൽ നമ്മുടെ ചേട്ടൻ മിഞ്ച് ബ്രദർ മിഞ്ച് 我的名字陈端健。陈端健。അതെ എന്താ അവിടെ തെൻതാഞ്ചൻ എന്താ അവിടെ. അപ്പോൾ തെൻതാഞ്ചൻ ചേട്ടൻ നമ്മളടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഹോട്ടലൊക്കെ നമ്മളൊക്കെ അറേഞ്ച് ചെയ്ത് തരാം. നാളെ രാത്രി ഡിന്നറിന് ഇവർക്ക് വേറെ ഗസ്റ്റ് ഉണ്ട് ഇവിടെ നിന്ന് വരുന്നത്. അപ്പം നമ്മളെയും നാളെ രാത്രി പുള്ളിക്കാരൻ്റെ വീട്ടിൽ വിളിച്ചു. പക്ഷെ നാളെ രാത്രി വരെ ഞാൻ ഈ ഒരു വുഹാനിൽ കാണില്ല.
പിന്നെ മാത്രമല്ല നാളെ ഉച്ചയ്ക്ക് എനിക്കറിയില്ല, നാളെ ഉച്ചയ്ക്ക് ജുമാ നമസ്കരിക്കാനൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പോയെന്ന് വരില്ല. പിന്നെ പുള്ളിക്കാരൻ തന്ന ഓഫറൊന്നും എടുക്കാൻ പോയില്ല. പിന്നെ കാരണം എനിക്കിവിടെ അറിയാമെന്നുള്ള ഒരു ട്രാവലറുണ്ട്. അപ്പോൾ അവൾ ഇവിടെ ഇല്ല, അവൾ ഇന്തോനേഷ്യയിലാണ്. പക്ഷെ അവളുടെ വീട്ടിൽ പോകാൻ വേണമെങ്കിൽ, പക്ഷേ 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കട്ടെ. ഇവിടെ ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് കുടിക്കാൻ വേണ്ടി ഏതാണ്ട് ചായ അല്ല ഹോട്ട് വാട്ടർ വരെ ഇവിടെ ഉണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് ഇടാൻ വേണ്ടി ചപ്പലുണ്ടായിരുന്നു, നമ്മൾ ഹോട്ടലിലൊക്കെ ഇടില്ലേ, ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അതെല്ലാം അവർ എടുത്തോണ്ട് കേട്ടോ. ഇപ്പൊ ക്ലീൻ ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇറങ്ങുമ്പോൾ വേറെ ആൾക്കാർ വരുമെന്ന് തോന്നുന്നു. അങ്ങനെ 7 മണിക്കൂർ നീണ്ട ഒരു ബോറിംഗ് ജേർണി നമ്മൾ ഇവിടെ അവസാനിച്ചു. ഏതൊരു കുരങ്ങി അവിടെ നിന്ന് ആംഗ്യം കാണിക്കുവാണ്. നല്ല ബോറിംഗ് ആയിരുന്നു കേട്ടോ. ഒന്നാമത് എനിക്ക് തലറങ്ങുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഫൈനലി അയ്യോ, ഇവിടെ വലിയ മഴയായിരുന്നു. മഴയുടെ ഇതൊക്കെ നമുക്ക് തറയിൽ കാണാം. ഫുള്ള് മഴയും ഇടിവെട്ടലും ആയിരുന്നു ഇവിടെ. അരമണിക്കൂർ മുമ്പ് വരെ വുഹാനിലൊക്കെ. ഇവിടെ കുറേ പേര് വുഹാനിൽ നിന്ന് കയറാനുണ്ട് ഈ ട്രെയിനിൽ. ഇവിടെ ഇതെന്താ, പെർഫ്യൂമിന്റെ പരസ്യമാണോ? ഡ്രീം ഓഫ് ദ ബ്ലൂ എന്തിൻ്റെ കുറേ പരസ്യങ്ങളുണ്ട്. ഇതാ നമ്മൾ ചാനലിൽ കൂടെ എക്സിറ്റ് ഭാഗത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക്, കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വുഹാനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. ഇതാ നല്ല വലിയ, ഈ കാണുന്നത് വലിയൊരു മോഡേൺ സ്ട്രക്ചർ ആയിട്ട് തോന്നുന്നില്ല. ഒരു പഴയ എന്താ പറയുക, ഒരു ബ്രിട്ടീഷ് കാലത്തെ ഏതെങ്കിലും കോളനി വൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ല, അതും മാതൃകയിലാണ് ഇവർ പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ക്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതെല്ലാം ടാക്സിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. ടാക്സി കണ്ടമാനം ടാക്സിയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ടാക്സിയിൽ പോകാൻ വേണ്ടിയുള്ള ക്യൂ ആ ഇവിടെ. ഓ യെസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് അവസാനം ഒരു മലയാളിയുടെ കൂടെയാണ് നമ്മൾ വന്നത്. ലാസ്റ്റ് വേറൊരു സ്ഥലത്ത് പോയില്ല, പുള്ളി എനിക്ക് വേണ്ടി പിക്കാൻ വേണ്ടി വന്നു. ബ്രോനെ പരിചയപ്പെടുത്തു. ഹായ്, എന്റെ പേര് നൗഫൽ. നാട്ടിലെവിടെയാ? നാട്ടിൽ ഞാൻ കരുനാഗപ്പള്ളി, കൊല്ലം കരുനാഗപ്പള്ളിയിലെവിടെയാ? കരുനാഗപ്പള്ളി കന്നേറ്റ് കുറ്റിവട്ടം. ക്യാമറയിൽ മുഖം നോക്കില്ല. അപ്പം പുള്ളിയുടെ ഫ്ലാറ്റിലോട്ട്, പുള്ളി 2016 തൊട്ടേ ഇവിടെ ഉണ്ട്. ഇവിടെ മെഡിക്കൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. MBBS പഠിക്കാൻ വേണ്ടി ധാരാളം പേര് വരുമല്ലോ. പക്ഷെ കൊറോണയോടെ ആളുകൾ നിർത്തി. അത് നിർത്തിയതിന്റെ പ്രധാന കാരണം 2019 ശേഷം ഗവൺമെന്റിന്റെ ഒരു റൂള് വന്നു. അതുകൊണ്ട് പിന്നെ അവര് എന്താ പറയാ, നാട്ടിൽ ഇവിടെ പഠിക്കുന്നവർക്ക് ഇവിടെ പഠിച്ചിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ 2019 ശേഷം MBBS പഠനത്തിന് വേണ്ടി ഇവിടെ ആരും വരുന്നില്ല. പിന്നെ എഞ്ചിനീയറിംഗിന് ആരും വരില്ലല്ലോ ഇന്ത്യയിൽ തന്നെ ധാരാളം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ കഥ. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യക്കാരെയൊന്നും അങ്ങനെ അധികം കാണാത്ത, മലയാളികളെയൊന്നും അധികം കുൻമിങ് ഒന്നും കണ്ടില്ല. എനിക്കൊന്നും അല്ലെങ്കിൽ കുൻമിങ്ങിലൊക്കെ കാണേണ്ടതായിരുന്നു. അപ്പൊ ബ്രോന്റെ കൂടെയാണ്. ഇവിടെ ആരും ഇല്ല അല്ലേ? കുറവാണ്, കാരണം 2019 ആണ് ലാസ്റ്റ് വന്ന ബാച്ച്. ഓക്കെ, അതിനുശേഷം ആരും വന്നിട്ടില്ല. ബ്രോന് എന്താ ചൈന ഇഷ്ടപ്പെടാൻ കാരണം? ഇതെന്താ ഇവിടെ ആയത്? ഇവിടെ എന്ന് പറഞ്ഞാല് ഡെവലപ്പിംഗ് കൺട്രി അല്ല, ഡെവലപ്ഡ് കൺട്രിയാണ്. ഇതാണ് എനിക്കിവിടെ ഇഷ്ടം. പിന്നെ യൂറോപ്യൻ കൺട്രീസ് നോക്കുവാണെങ്കിലും ഏത് നോക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിയും ഫാർ ബെറ്റർ ചൈന തന്നെയാണ്. സത്യം, അത് ഞാൻ തന്നെ മനസ്സിലായിട്ടില്ല. 2 പ്രാവശ്യം വരുന്നപ്പോ യൂറോപ്പൊന്നും ഒന്നുമല്ല ചൈന വെച്ച് നോക്കുവാണ്. യൂറോപ്പിലും സമാധാനവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഡെവലപ്മെന്റ്സും ഇവിടത്തെ വെച്ച് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലേക്ക് ഓരോ പല ട്രാവലേഴ്സും യൂറോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ചൈന വേറെ ലെവലാണ് കേട്ടോ. യൂറോപ്പൊന്നും ഒന്നുമല്ല. നമുക്ക് യൂറോപ്പും കേരളവും വെച്ച് കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ബട്ട് കേരളവും ചൈനയും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതെ, അപ്പൊ അതുപോലെയാണ് നമ്മുടെ ചൈനയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ചൈന എല്ലാരും ചൈനീസ് സാധനങ്ങൾ ചീപ്പെന്നുള്ള രീതി, ചൈനീസ് കൺട്രി ചീപ്പെന്നുള്ള രീതി ആൾക്കാർ നോക്കുന്നത്. സത്യം, നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ചൈനീസ് ലോക്കൽ സെക്കൻഡ് ഹാൻഡ് ഇത്. ബട്ട് ചൈന എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മോനെ. അത് ചൈനയിൽ വന്നാൽ മാത്രമേ മനസ്സിലാവൂ. പിന്നെ കുറെ വെസ്റ്റേൺ പ്രൊപ്പഗണ്ട ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ചൈനയെ കുറിച്ച് അങ്ങനെ അധികം നല്ല കാര്യങ്ങൾ പുറത്തു വരാത്തത്. യെസ്, അപ്പൊ നമ്മള് ഇനി പുള്ളിയുടെ റൂമിലോട്ട് പോട്ടെ. നല്ല ടയർഡാണ്. മണ്ട പുത്തി, ടേക്ക് യുവർ ബാഗ്. കേറിയപ്പോ തന്നെ നല്ല ബട്ടർ ചിക്കൻ്റെ മണം. ബ്രോന്റെ റൂംമേറ്റ് പാകിസ്ഥാനികളല്ലേ? ഓക്കെ. പിന്നീട് നമ്മള് പാകിസ്ഥാൻ 2 ചേച്ചിമാര് വെച്ച എന്താ പറയാ പുലാവ്, നമ്മുടെ റൈസ്, പിന്നെ അവരുടെ ഖീർ,
പിന്നെ അങ്ങനെ കുറച്ച് ബട്ടർ ചിക്കനൊക്കെ കഴിച്ചു നമ്മൾ കിടന്നുറങ്ങി. അവരെയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ. എന്നിട്ട് വുഹാന്റെ കോവിഡ് നഗരവും കോവിഡ് വ്യാപിച്ച തുടങ്ങിയ സ്ഥലമൊക്കെ ലോകത്തെ ഞെട്ടിപ്പിച്ച സ്ഥലമൊക്കെ നാളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മറ്റടുത്തത് എല്ലാവർക്കും ബൈ.